ക്രൈസ്തലോ ദൈവനാമോത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലെല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. നോക്കൂ, പരിശുദ്ധാത്മാവ് പ്രാപിച്ച വ്യക്തി യേശു ക്രിസ്തു കർത്താവും രക്ഷിതാവുമാണെന്ന് പ്രസംഗിക്കുവാനുള്ള ശക്തി നൽകുക മാത്രമല്ല, നേരെ മറിച്ച് നാം സാക്ഷിയായി തീരുവാനും ശക്തി നൽകുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലെല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. നോക്കൂ, ഇങ്ങനെ പറയുവാൻ കാരണം ആഴമേറിയ ബന്ധം പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും നമുക്കുണ്ടാകുന്നു. നാം സാക്ഷികളായി തീരണം. എവിടെയെല്ലാമാണ് നാം സാക്ഷികളായി തീരേണ്ടത്? അതൊന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. അതായത് നമ്മുടെ ഭവനത്തിൽ നമ്മൾ സാക്ഷ്യമുള്ളവരായി തീരണം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 41-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ തൻ്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ട അവനോട്, ഞങ്ങൾ മശിഹായെ എന്ന് വച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കൂ, സഹോദരനോട് പറയാണ്, അതായത് അന്ത്രയോസ് വന്ന് ശിമോനോട് പറയുകയാണ്, ഞങ്ങൾ മശിഹായെ കണ്ടെത്തിയിരിക്കുന്നു, ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. നാം നമ്മുടെ ഭവനത്തിലുള്ളവർക്ക് സാക്ഷ്യം വഹിക്കുന്നവരായി തീരണം. അതുകൊണ്ടാണ് 1-ാം അധ്യായം 35 മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ, റബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട്, വന്നു കാൺമീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അവർ അന്ന് അവനോട് കൂടെ പാർത്തു. അപ്പോൾ ഏകദേശം 10-ാം മണി നേരമായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അവൻ തൻ്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ട അവനോട്, ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നോക്കൂ, യേശുവിനെ കണ്ടെത്തിയത് കൊണ്ട് തൻ്റെ ഭവനത്തിൽ ചെന്നും ക്രിസ്തുവിനെ കണ്ട വിവരം പറയുവാൻ ഇടയായി തീർന്നു. അടുത്തതായിട്ട്, വിശുദ്ധന്മാരുടെ സംഘത്തിൽ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കണം. സങ്കീർത്തനങ്ങൾ 66-16 വാക്യത്തിൽ പറയുന്നുണ്ട്, സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ഹല്ലേലൂയ. സകലവരോടും പറയുകയാണ്, എൻ്റെ അപ്പൻ നമുക്ക് വേണ്ടി ചെയ്തത് നമ്മൾ വിവരിക്കുക. ഹല്ലേലൂയ. എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് പല വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, സങ്കീർത്തനക്കാരന് പല വിധത്തിൽ പ്രോബ്ലങ്ങൾ കടന്നു വന്നിരിക്കാം. ഹല്ലേലൂയ. അപ്പോൾ മരണത്തിൻ്റെ അവസ്ഥ വരെ കടന്നു വന്നിരിക്കാം. പക്ഷെ എവിടെ പറയാണ്, എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ഹല്ലേലൂയ. യേശു അപ്പൻ നമുക്ക് വേണ്ടി ചെയ്തത് നമ്മൾ മറ്റുള്ളവരോട് വിവരിക്കുന്നവരായി പറയുന്നവരായി തീരണം, സാക്ഷ്യം വഹിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. അടുത്തത്, ലജ്ജയോ ഭയമോ കൂടാതെ കർത്താവിൻ്റെ സാക്ഷികളായി തീരണം. തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സാക്ഷ്യത്തെയും അവൻ്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്ക. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ്
തീമോഥെയോസിനോട് പറയാണ് പ്രിയ മക്കളെ. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ കഷ്ടം സഹിച്ചത് ഓർക്കുമ്പോൾ നമുക്കെല്ലാം ഹല്ലേലൂയ എങ്ങനെ സുവിശേഷം അറിയിക്കാൻ കഴിയുമെന്ന് ചോദിക്കും. പക്ഷേ ജീവിതത്തിൽ ഹല്ലേലൂയ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുവാണെങ്കിൽ അത് ഹല്ലേലൂയ സാക്ഷ്യം പറയണം പ്രിയ മക്കളെ. ഇവിടെ പറയാണ്, നീയും ഹല്ലേലൂയ ദൈവശക്തിക്ക് ഒത്തവണ്ണം എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്ക്, അടക്കി വെക്കാനാവാത്തതാണ് ഹല്ലേലൂയ ശക്തി യേശുവിൽ നിന്നുള്ള പ്രാപിച്ച സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നമുക്ക് ഒളിച്ചു വെക്കാൻ കഴിയത്തില്ല. യേശുവപ്പൻ നമുക്ക് ചെയ്ത സകല ഉപകാരങ്ങൾ ഓർക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഹല്ലേലൂയ അതും നമ്മൾ മറ്റുള്ളവരോട് പറയുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 4:20 പറയുന്നുണ്ട്, ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കുവാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. സകല അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തതോർക്കുമ്പോൾ പ്രീതി മക്കളെ, കർത്താപ്പച്ചൻ ചെയ്ത ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ആ ശക്തി ലഭിച്ചിട്ട് അനേകരെ ശിഷ്യരാക്കിയത് ഹല്ലേലൂയ ഞങ്ങൾ കണ്ടത് കേട്ടത് പത്രോസൊക്കെ പറയുക. ഹല്ലേലൂയ. ഞങ്ങൾ കണ്ടതും കേട്ടതും ഹല്ലേലൂയ പ്രസ്താവിക്കുവാൻ കഴിയുന്നതല്ല, അത് നമ്മളെ അനുഭവിച്ചറിയണം. അതാ ഇവിടെ പറഞ്ഞ മറ്റൊരുത്തിനും ലക്ഷ്യമില്ല, രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഹല്ലേലൂയ. യേശുവിനെ രുചിച്ചറിയുന്ന ജീവിതങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. അടുത്തതായിട്ട് അപ്പോസ്തല പ്രവൃത്തി 5:32 പറയുന്നുണ്ട്, ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. പല അത്ഭുതങ്ങളും നടക്കുമ്പോൾ പ്രീതി മക്കളെ, സൗഖ്യമൊക്കെ നടക്കുമ്പോൾ പലരും ചോദിക്കും ഇതെങ്ങനെ നടന്നു. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ് പരിശുദ്ധാത്മാവ് സാക്ഷികൾ. ഇത് ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, വിശ്വാസത്തിന്റെ ഉറപ്പിൽ നമ്മളെ സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4:11-13 പറയുന്നുണ്ട്, ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അതേ ആത്മാവ് ഹല്ലേലൂയ ഞങ്ങളിൽ ഉള്ളത് കൊണ്ട് പ്രീതി മക്കളെ, ഹല്ലേലൂയ യേശു ക്രിസ്തു നമ്മോട് കൂടെ നമുക്ക് വേണ്ടി സകലതും ഹല്ലേലൂയ ചെയ്തു തരുന്ന കർത്താപ്പച്ചന്റെ സന്നിധിയിൽ ഹല്ലേലൂയ സാക്ഷ്യം, വിശ്വാസത്തിന്റെ ഉറപ്പുള്ള ആ സാക്ഷ്യം പറയുന്നവരായിരിക്കണം. അതുകൊണ്ടാ പറഞ്ഞത് ഹല്ലേലൂയ, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനം അത്ര എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മൾ സാക്ഷ്യം വഹിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. നമ്മുടെ മൺപാത്രങ്ങളിൽ പകർന്ന കർത്താവിന്റെ ആ ദൈവ സ്നേഹത്തിൽ ആ ഉറപ്പോടെ, വിശ്വാസത്തിന്റെ ഉറപ്പോട് നമ്മൾ നിൽക്കുമ്പോൾ ഹല്ലേലൂയ യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, വിശ്വസ്തയോടെ വിശ്വാസത്തിൽ സാക്ഷികളായി നിൽക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നവർ സാക്ഷ്യം പറയും. ഹല്ലേലൂയ. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം 5:15-27 പറയുന്നു, നിങ്ങളും ആദ്യം മുതൽ എന്നോട് കൂടെ ഇരിക്കൊണ്ട് സാക്ഷ്യം പറവിൻ. ഹല്ലേലൂയ. കർത്താപ്പച്ചന്റെ സന്നിധിയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ എല്ലാവരും അപ്പന്റെ സാക്ഷ്യം പറയുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നോക്കൂ, 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. പ്രീതി മക്കളെ, നമ്മൾ ഹല്ലേലൂയ അപ്പച്ചൻ നമ്മോട് കൂടെ ഉള്ളപ്പോൾ ഹല്ലേലൂയ നമ്മെ ചെത്തി വെടിപ്പാക്കുമ്പോൾ നമ്മൾ അപ്പനോട് കൂടെ ആയിരിക്കുമ്പോൾ അപ്പന്റെ സാക്ഷ്യമുള്ളവരായി തീരുന്നു. ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ അപ്പന്റെ സാന്നിധ്യം ഹല്ലേലൂയ നമ്മളെല്ലായിടും പറയുകയും കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നവരായി അപ്പന്റെ ആ ദൈവിക മഹത്വം നമ്മളും അനുഭവിക്കുന്നവരായി തീരണം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മളെവിടെയും അപ്പന്റെ സാക്ഷ്യം വഹിക്കുന്നവരായി തീരുവാൻ
ചെയ്യുവാൻ കർത്താവെ എന്നെ ഒരുക്കിയെടുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ യേശുപ്പൻ നമ്മളെ സാക്ഷ്യമുള്ളവരാക്കി തീർത്തെടുക്കും. ഹല്ലേലൂയ. ആയിരിക്കുന്ന ദേശത്ത് അപ്പന്റെ സാക്ഷ്യം വഹിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി ഇടയാക്കി എടുക്കട്ടെ. ദൈവസന്നിധിയിൽ നമ്മൾ താഴ്മയോട് വിനയത്തോടെ ഹല്ലേലൂയ അപ്പന്റെ സാക്ഷ്യം വഹിക്കുമ്പോൾ ഹല്ലേലൂയ നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ ദൈവം സഹായിക്കും. കർത്താവ് എല്ലാവരെയും ഈ വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. പിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.